നീ വെറുതെ സച്ചേടിനെ വലയ്ക്കാൻ നോക്കണ്ട. ചോദ്യോത്തരങ്ങളൊക്കെ പിന്നെ. സച്ചേടിനൊന്ന് ഫ്രഷ് ആവട്ടെ. ഇതൊരു നിസ്സാര ചോദ്യം അച്ചച്ചേച്ചി. അച്ചച്ചേച്ചി, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ? അപ്പൊ ഈ ചോദ്യം ധൈര്യമായിട്ട് ചോദിക്കാം. നീ ഇങ്ങനെ വളച്ചു കിട്ടാതെ ചോദ്യം ചോദിക്കാതിരെ. ആ, ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം നിങ്ങൾക്ക് ചിലപ്പോ കോമഡി ആയോ, സിമ്പിൾ ആയോ, പൊട്ടത്തരമൊക്കെ ആയിട്ട് തോന്നാം. എന്നാൽ ഇതൊരു സൈക്കോളജിക്കൽ ചോദ്യമാ. ചോദിക്കട്ടെ സച്ചേട്ടാ? ചോദിച്ചോളൂ. സച്ചിയേട്ടൻ അച്ചുചേച്ചി ഭാര്യയാണോ സുഹൃത്താണോ, അതോ ഭാര്യയായ സുഹൃത്താണോ? ദേ, ആലോചിക്കാൻ സമയമെടുക്കാതെ ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. അർച്ചന, എനിക്കിതെല്ലാമാണ്. ഗംഭീര ഉത്തരം സച്ചേട്ടാ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. സ്നേഹമുള്ളവർ അങ്ങനെ ആതിരെ. ഇതേ ചോദ്യം നീ നിന്റെ ചേട്ടൻ വരുമ്പോ ചോദിച്ചു നോക്കണം. നീ കൊടുത്ത ഓപ്ഷനിൽ ഒന്നുമില്ലാത്ത ഒരു ഉത്തരം നിന്റെ ചേട്ടൻ പറയും. എപ്പോഴാ പോയത്? രാവിലെ തന്നെ പോയല്ലോ. എന്ത് പണിയാ ഏട്ടത്തി കാണിച്ച്? എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല. കഷ്ടമുണ്ട്. സച്ചി അവന്തികയോട് പറഞ്ഞു കാണുമല്ലോ അല്ലേ? സച്ചി ഇപ്പൊ അങ്ങനൊന്നും തുറന്നു പറയാറില്ലല്ലോ. പോകുമ്പോ അവൻ നിന്നെ കണ്ടിരുന്നില്ലേ? ഒരു ചടങ്ങിനെന്ന പോലെ വന്നിരുന്നു. പുറത്തു പോകുന്നുവെന്ന് മാത്രം പറഞ്ഞു. എങ്ങോട്ടാണെന്നൊന്നും പറഞ്ഞില്ല. അത് സത്യത്തിൽ എന്നോടും പറഞ്ഞില്ലായിരുന്നു. ഞാൻ പിന്നെ വിളിച്ചപ്പോഴാ കാര്യം അറിഞ്ഞത്. എന്നോടെങ്കിലും അച്ചേട്ടത്തിക്ക് നേരത്തെ പറയായിരുന്നു. എങ്കിൽ ഞാൻ കൂടെ പോവേനെ. അതിപ്പോ നിന്നെ അറിയിക്കുന്നത് എന്തിനാ? ഇനി സൂചിപ്പിച്ചാൽ തന്നെ നീ പോകേണ്ട കാര്യമില്ലല്ലോ. അവരുടെ ഇഷ്ടത്തിന് അവർ പോവുകയോ വരികയോ ചെയ്യട്ടെ, അല്ലേ ഒന്നികെ? പോകുന്നതും വരുന്നതും ഒക്കെ നല്ലത് തന്നെയാച്ചാ. പക്ഷെ നമ്മൾ അറിയാതെ ഇന്ന് വരെ അവൻ എന്തെങ്കിലും ആലോചിക്കോ പ്രവർത്തിക്കോ ചെയ്തിട്ടുണ്ടോ? സച്ചിയോടും സന്ദീപിനോടും ആലോചിച്ചിട്ടേ ഒരു യാത്ര പോലും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ സച്ചി അതൊക്കെ മറന്നതാണോ അതോ വേണ്ടാന്ന് സ്വയം തീരുമാനിച്ചതാണോ? കല്യാണം കഴിഞ്ഞ് നാളെത്രയായില്ലേ? അവർ തന്നെ ഇഷ്ടപ്രകാരം പുറത്തേക്കൊന്നും പോകാറില്ലല്ലോ. ഞാനാ പറഞ്ഞത് 1-2 ദിവസം കഴിഞ്ഞു വന്നാ മതിയെന്ന്. അപ്പൊ അവരെങ്ങോട്ടാ പോയതെന്ന് അറിയില്ലെന്നച്ഛൻ പറഞ്ഞതോ? അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ അവനെ വിളിക്കുമ്പോഴാണ് അറിഞ്ഞത് അവർ അച്ചുവിന്റെ വീട്ടിലാണെന്ന്. കേട്ടപ്പോ വളരെ സന്തോഷം തോന്നി. അവൻ അച്ചുവിന്റെ വീട്ടുകാരെ പറ്റി ചിന്തിച്ചല്ലോ എന്ന ആശ്വാസവും. അച്ചോട്ടത്തി ഇല്ലാതെ ഇവിടെ മഹാബോറാണ് അച്ഛ. അച്ചോട്ടത്തി ഉണ്ടെങ്കിൽ എന്തെങ്കിലും കളിയും ചിരിയൊക്കെ പറഞ്ഞ് സമയം പോവും. അത് മാത്രമല്ല, എന്ത് ഫുഡ് വേണമെന്ന് പറഞ്ഞാലും അതുണ്ടാക്കി തന്ന് സന്തോഷത്തോടെ കൂടെ ഇരുന്ന് കഴിപ്പിക്കും. അതൊക്കെ അച്ഛൻ സ്നേഹം. അതിന് നിനക്ക് അവന്തി കേട്ടത്തിയില്ലേ? അവന്തി കേട്ടത്തി ഉള്ളതില്ലാത്തൊക്കെ ഒരുപോലെയാ. അല്ല, ഇവള് പരിഭവം പറഞ്ഞതിലും ചെറിയ കാര്യമില്ലാതില്ല. അവന്തിക മുഴുവൻ സമയവും കമ്പനിയുടെ കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ചേക്കുമല്ലേ? അതിന്റെ റിയാക്ഷനാണോ അല്ലേ മോളെ? ആയിരുന്നു അല്ലേ? എന്നുവെച്ചാ ഇന്ന് ഞാൻ നിനക്ക് ആരുമല്ലാന്നർത്ഥം. എന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല ഏട്ടത്തി. അച്ചുവേട്ടത്തി ഞാനും തമ്മിലുള്ള സ്നേഹം അത്രയ്ക്കുണ്ടെന്ന് പറഞ്ഞു മാത്രം. അല്ല, ഒരു നിമിഷം ഏട്ടത്തി ഒന്ന് മാറി നിന്നപ്പോ തന്നെ നിന്റെ മനസ്സ് ഇത്രയ്ക്ക് വേദനിക്കണമെങ്കിൽ അതൊരു വല്ലാത്ത സ്നേഹം തന്നെയാ. സ്നേഹത്തിന്റെ ആഴം അളക്കാനൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അത് അളന്ന് തൂക്കി നോക്കിയിട്ട് എനിക്ക് വില പറയാനൊന്നും ഉദ്ദേശവും ഇല്ല. അങ്ങനെയുള്ളവർക്ക് അത് നോക്കിയാൽ മതിയല്ലോ. പിന്നെ എല്ലാവരുടെയും സ്നേഹത്തിന്റെയും പ്രവൃത്തിയുടെയും ആഴമളക്കാൻ നോക്കിയാ നമുക്ക് ആരെയും സ്നേഹിക്കാനോ കൂട്ടുകൂടാനോ തോന്നില്ല. അവൾ ഈ വീട്ടിലേക്ക് വന്നിട്ട് അധികം നാളൊന്നും ആയില്ലല്ലോ നിന്റെ അസ്ഥിക്ക് പിടിക്കാൻ. എന്റെ ഏട്ടത്തി,
മാസങ്ങളോ വർഷങ്ങളോ ഒന്നും വേണ്ട. ഒരാൾ അടുത്തറിയാനും ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ഹൃദയത്തിനകത്ത് പ്രതിഷ്ഠിക്കാനും ഒക്കെ ഒരു കുഞ്ഞു പുഞ്ചിരി മതി. അല്ലെങ്കിൽ സ്നേഹത്തോടെയുള്ള ഒരു വിളി മതി. എന്തിനധികം ഒരു നോട്ടം പോലും മതി. അതൊക്കെ അച്ചടത്തിലുണ്ട്. അതാ എനിക്ക് അസ്ഥിയിൽ പിടിച്ചുപോയത്. ഇവിടെ പലർക്കും ഇല്ലാതെ പോയതും അതാ. ഇനി എന്തെങ്കിലും സംശയം ചേച്ചിക്കുണ്ടോ? വളരെ ക്ലിയർ ആയിട്ട് അവള് പറഞ്ഞല്ലോ ചേച്ചി ഇവിടെ ആരാണെന്ന്. അർച്ചനേട്ടത്തിയുടെ സ്ഥാനം എന്താണെന്നും ചേച്ചിയുടെ സ്ഥാനം എന്താണെന്നും. ഒരു ദിവസം അർച്ചനേട്ടത്തി വീട്ടിൽ നിന്നൊന്ന് മാറി നിന്നപ്പോ ആ കുറവ് ഇവിടെ എല്ലാവർക്കും സഹിക്കാൻ കഴിയാതായി. അങ്കിളൊന്നും പുറത്ത് പറയാത്തതാ. ഇനി സന്ദീപിനോടൊന്ന് ചോദിച്ചു നോക്കണം. ഇതിലും വലിയ സെന്റിമെന്റ്സും സങ്കടവും കേൾക്കാം. ചേച്ചി ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണത്ര അവൾക്ക്. സർവവും എന്റെ കാൽ കീഴിലും ചൊൽപ്പടിക്കുവാണെന്ന് കരുതി നടന്നോ ചേച്ചി? ആ മണ്ണൊക്കെ പതുക്കെ നനഞ്ഞു തുടങ്ങി. എപ്പോഴാ ഇളകി ഒലിച്ചു പോകുന്നതെന്ന് നോക്കിയാൽ മാത്രം മതി. അവന്തി കേട്ടത്തെ ഉള്ളതുള്ളതൊക്കെ ഒരുപോലെയാ. എല്ലാവരുടെയും സ്നേഹത്തിന്റെയും പ്രവൃത്തിയുടെയും ആഴവിളക്കാൻ നോക്കിയാ നമുക്കാരെ സ്നേഹിക്കാനോ കൂട്ടുകൂടാനോ തോന്നില്ല. അതെന്താ അച്ഛൻ അങ്ങനെ? അതമ്മ പെട്ടെന്ന് തീരുമാനിച്ചു, പെട്ടെന്ന് പോന്നു. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും എടുത്തില്ല. ഓ, അതിനിപ്പോ എന്താ? ഇവിടെ ഉണ്ടല്ലോ. വേണമെങ്കിൽ അത്യാവശ്യത്തിന് എന്തെങ്കിലും വാങ്ങിച്ചാ പോരെ? അല്ലെങ്കിൽ അനൂപിനെ വിളിച്ചു പറയാം. അനുപേണ്ണ അറിഞ്ഞില്ലല്ലോ അമ്മ ഞങ്ങൾ വന്നത്. എടുത്തി പറഞ്ഞോ? എവിടെ? രാവിലെ ഇവിടുന്ന് ഇറങ്ങിയാ പിന്നെ എന്തെങ്കിലും വിവരം അറിയണമെങ്കിൽ രാത്രി തിരിച്ചു വരണം. അതിനിടയിൽ വിളിക്കാൻ പാടില്ല. വേണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോളാം എന്നാ കൽപ്പന. എന്തായാലും ആവണിയെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരും. ആ, ഒരു കണക്കിന് അവനെ വിളിക്കാതിരിക്കുന്ന നല്ലത്. പട്ടി പെറ്റുകിടക്കണ പോലെ ഇപ്പോഴത്തെ സ്വഭാവം. എന്ത് ചോദിച്ചാലും ദേഷ്യവും ബഹളവും ചീറ്റലും. അതെന്താ? നിന്റെ കല്യാണം കഴിഞ്ഞത് മുതൽ ബാധ കൂടിയതാ. ഇതുവരെ ഇറങ്ങിയിട്ടില്ല. എന്തെങ്കിലും കാര്യങ്ങളൊന്ന് സംസാരിക്കണമെന്ന് വെച്ചാൽ കിട്ടില്ല അച്ചു. ഒന്നും കേൾക്കാൻ നിൽക്കില്ല. എന്തെങ്കിലും അറിയോ? ഏട്ടൻ അവിടെ വരുമ്പോ എല്ലാരോടും നല്ലപോലെയാണല്ലോ പെരുമാറുന്നത്. എനിക്കങ്ങനെ കുഴപ്പമൊന്നും തോന്നിയില്ല. എന്താന്ന് ചോദിച്ചില്ലേ അമ്മ? ആ, അതിനെന്തെങ്കിലും വാതർന്നവരെന്ന് പറയണ്ടേ? വന്നാ പിന്നെ ആഹാരം കഴിക്കില്ല. നിന്നെ പോലെ തന്നെ മുഖം എപ്പോഴും സങ്കടം കൊണ്ട് തൂക്കിയിട്ടിരിക്കും. എപ്പോഴും നിന്നെ കുറിച്ചുള്ള ചിന്തകൾ മാത്രം. ഞങ്ങളൊക്കെ അനുപേട്ടന്റെ മനസ്സിലേ ഇല്ലാന്ന് തോന്നും. അല്ലച്ചു, നിന്റെ കാര്യത്തിൽ മാത്രം അവൻ ഇത്ര ടെൻഷൻ ആവേണ്ട കാര്യം എന്താ? അവിടെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കോ? ഞാൻ എത്ര തവണ പറഞ്ഞതാ അമ്മേ അവിടെ ഒരു പ്രശ്നമില്ലെന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സച്ചേൺ എന്നെ കൂട്ടി ഇവിടെ വരുമായിരുന്നോ? ആ, അതും ശരിയാ. പിന്നെ അവൻ എന്താ പ്രശ്നം എങ്ങനെ അറിയാനാ? ആ, അതൊക്കെ അറിയുന്ന ആരെങ്കിലും ഒരാൾ കാണില്ലേ അച്ചു? കാണും. ഒന്നുമില്ലാതെ അനൂപേട്ടൻ ഇങ്ങനെ ഭ്രാന്ത് കളിക്കേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ ഒരു നാൾ പൊട്ടിത്തെറിച്ച് പുറത്തു വരും. അതുവരെ ഇതൊക്കെ സഹിക്കുക തന്നെ അല്ലേ അച്ചു? നിന്നെ ഇപ്പൊ സത്യത്തിൽ എനിക്ക് പേടിയാ മോനെ. ഓരോ സമയത്ത് നീ എന്താ പറയുന്നത്, എന്താ പ്രവർത്തിക്കുന്നത് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാ. അമ്മ, അനുപേണ്ണ എന്തോ ടെൻഷനിൽ പറഞ്ഞു പോയതാ. മോളെ, നീ സച്ചിയോട് ഒന്നും കാര്യാക്കരുതെന്ന് പറയണം. ഇവന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞേക്കണം. ഇതിന് ഭയങ്കര പൊടിയാ. ആണോ? അതാ അവിടെ നല്ല പഴുത്ത് കിടക്കുന്നുണ്ട്. ഞാൻ പോയി പറിക്കട്ടെ. ഏയ് വേണ്ട വേണ്ട വേണ്ട. സച്ചേണ്ണൊന്നും കാര്യമാക്കി എടുക്കില്ലമ്മേ.
ടെൻഷൻ ഇവിടെ ആർക്കും അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. കടവും ബാധ്യതകളും താങ്ങാൻ കഴിയാത്ത ഉത്തരവാദിത്തങ്ങളും ആവുമ്പോ കാലിടറും. അത് നമ്മുടെ ഈ 4 ചുവരുകൾക്കുള്ളിൽ നിൽക്കണം. സച്ചിനിന്റെ അളിയനാ, മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ബഹുമാനിക്കേണ്ട ആളാ. അങ്ങനെ ചെയ്തില്ലെങ്കിലും അപമാനിക്കരുത്. മകന്റെ സ്വഭാവം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ? ഉപദേശിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു. ഇല്ലല്ലോ, അവൾ അവിടെ സമാധാനത്തോടെ തന്നെയാ കഴിയുന്നത്. അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവനല്ലേ ചെയ്തു കൊടുക്കുന്നത്. അവനല്ലേ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. എന്നിട്ട് അവളെ കളഞ്ഞിട്ട് അവൻ പോയോ? നമ്മുടെ ഈ ചെറിയ സൗകര്യങ്ങളിൽ അവൻ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ? ഇതൊക്കെ അനൂപേട്ടൻ ആലോചിക്കാത്ത എന്താ? ഈ പറയുന്നൊക്കെ ശരിയാ, പക്ഷെ എന്റെ മനസ്സിൽ അവനെ കുറിച്ചുള്ള ചിത്രം വേറെയാ. എന്നാ പിന്നെ കുറച്ച് പെയിന്റും ബ്രഷും വാങ്ങി അങ്ങ് മാറ്റി വരയ്ക്ക്. അല്ല പിന്നെ ആർക്കാണേലും നന്നാവാൻ ഒരു അവസരം കൊടുക്കാലോ. കോടതി പോലും കൊടുക്കുന്നുണ്ട് നല്ല നടപ്പ്. പിന്നെ അനൂപേട്ടൻ എന്താ കുഴപ്പം? അങ്ങനെയൊക്കെ എനിക്കും തോന്നാറുണ്ട്. പക്ഷേ അവൻ ഈ കാണിക്കുന്നതിലൊക്കെ വലിയ നാടകമുണ്ട്. നാടകമോ ബാലയോ എന്തെങ്കിലും ആവട്ടെ, സച്ചിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഈ പറയുന്നത് സത്യമായിരിക്കും? അവനിൽ ഇനി എന്തെങ്കിലും മാറ്റമുണ്ടോ? അവൻ അച്ഛനെ ചതിക്കോ മീരെ? അത് അച്ഛന്റെ മിടുക്ക് പോലെ ഇരിക്കും. അവക്ക് എത്രമാത്രം അവനെ സ്വാധീനിക്കാൻ കഴിയും അത്രമാത്രം അവൻ അവളെ സ്വീകരിക്കും. എനിക്ക് തോന്നുന്നത് അച്ഛനെ അവൻ സ്നേഹിച്ചു തുടങ്ങിയെന്നാ. ആ, അങ്ങനെ നടന്നാ മതിയായിരുന്നു. നെഞ്ചില് തീയുന്നാണ് ഞാന്. ഇനി അഥവാ അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാനിത് കണ്ടുപിടിച്ചോളാം. എന്ത്? അവര് തമ്മിൽ സ്നേഹത്തിലാണോ അതോ നമുക്ക് വേണ്ടി അഭിനയിക്കാണോന്ന്. അങ്കിൾ ഇവിടെ താമസിച്ച അച്ഛൻ്റെ ഇവിടെ താമസിക്കുമല്ലോ. നമുക്കിവിടെ അടിച്ചു വിളിച്ചു കഴിയാം. ദേ, കല്യാണം കഴിഞ്ഞ ഭർത്താവിന്റെ വീട്ടിലാ ഭാര്യ കഴിയേണ്ടത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അച്ചു ആന്റി വരുന്ന കണക്കിന് വിരുന്നിന് വരും, പെട്ടെന്ന് പോവും. കൂടിപ്പോയാ 2-3 ദിവസം നിൽക്കും, അത്ര തന്നെ. എന്നിട്ട് അമ്മേന്റെ വീട്ടിൽ പോയി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതെന്താണെന്ന് നീ നിന്റെ അച്ഛനോട് ചോദിക്ക്. ഇങ്ങോട്ട് വടി. സച്ചി, ഞാൻ ഇവിടെ വിട്ടിട്ട് പോയാലേ നിങ്ങളുടെ മനസമാധാനം പോവും. ഇങ്ങോട്ട് വാ. വീട്ടമ്മേ, മോള് വേഗം ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് വാ. അങ്കിളെ, ഞാൻ അങ്കിളിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്ത് കാര്യം? വല്ല കുരുത്തക്കേടും ആയിരിക്കും സച്ചി. ഇങ്ങോട്ട് വാ. അച്ഛൻ്റെ ഇവിടെ വിട്ടിട്ട് പോവാമോ? അപ്പോ അങ്കിൾ ഒറ്റയ്ക്കായി പോയില്ലേ മോളെ? വേണ്ട, അങ്കിൾ ഇടയ്ക്കിടെ ഇവിടെ വന്നിട്ട് ആന്റിയെ കണ്ടോട്ടെ അല്ലേ അങ്കിളെ? നീ എന്തടി അവര് പിരിച്ചു താമസിക്കാൻ നോക്കുവാണോ? കൊള്ളാലോ. ഇങ്ങോട്ട് വാ. ഞാനിപ്പോ മരുന്നെടുത്ത് കഴിക്കാൻ വേണ്ടി എണീറ്റതേ ഉള്ളൂ. സാധാരണ കഴിക്കുന്ന നേരം കഴിഞ്ഞല്ലോ. എടുത്തു തന്ന് കഴിക്കുന്ന ശീലമായി പോയി. അല്ലെങ്കിൽ തനിയെ കഴിച്ചേനെ. എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു കിച്ചണില്. ആഹാ, അർച്ചന വീട്ടിൽ പോയതിന്റെ മൊത്തത്തിൽ അറിയാനുണ്ടല്ലേ? ഒരു കൈ സഹായമായിരുന്നു. നേര് പറഞ്ഞ അവള് പോയപ്പോ വീടിന്റെ വെളിച്ചം പോയതുപോലെ തോന്നുന്നു. ആകെ ഒരു ഇരുട്ടോ മൂകതയോ ഒറ്റപ്പെടലോ എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. ചിലരുടെ സ്ഥാനം നമ്മൾ തിരിച്ചറിയുന്നത് ഇങ്ങനെയാ, അല്ലേ മോളെ? ശരിയാ അച്ഛാ. സമയാസമയത്തിന് മരുന്നും ഭക്ഷണവും തെറ്റാതെ അവള് നോക്കുമായിരുന്നല്ലോ. അവളെ നമ്മൾ പുതിയതായി ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഒക്കെ കണ്ടറിഞ്ഞ് ചെയ്യാനറിയാം. നിന്നെപ്പോലെ തന്നെ അർച്ചനയും. എനിക്ക് കിട്ടിയ മരുമക്കൾ രണ്ടും എന്റെ മക്കളെക്കാൾ ഏറെ എന്നെ ശ്രദ്ധിക്കുന്നവരാ. എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ അവൻ നന്ദൻ. ഓരോ ദിവസവും ഞാൻ തള്ളി നീക്കുക. മരുന്നിന്റെ ബലത്തിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നതേ ഉള്ളൂ. എന്റെ കണ്ണടയും മുമ്പെങ്കിലും എന്റെ മകനെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. സച്ചിയെയും സന്ദീപിനെയും സ്നേഹയും ഒക്കെ ശ്രദ്ധിച്ച് അവരെ നേർവഴിക്ക് നടത്തി ഒരു കരക്കെത്തിക്കേണ്ടവനാ. ഒരു സമാധാനമുണ്ട്.
നന്ദനില്ലെങ്കിലും അവന്റെ സ്ഥാനത്ത് നിന്ന് മോളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അതെന്റെ കടമയല്ലേ അച്ഛാ. ഈ കുടുംബവും ഇവിടുത്തെ കാര്യങ്ങളും അല്ലാതെ വേറെന്താ എനിക്ക് ചിന്തിക്കാനുള്ളത്? സച്ചിയെ പോലെ ഇനി സന്ദീപിനെയും സ്നേഹം സെറ്റിൽ ചെയ്താ എന്റെ ടെൻഷൻ പാതി തീർന്നു കിട്ടും. അപ്പോ അനഘയോ? അവളും ഈ തറവാട്ടിലെ കുട്ടി തന്നെയല്ലേ? ഞങ്ങൾ ആരും അവളെ വേറെ കണ്ടിട്ടില്ല. അവളുടെ ഭാവിയും പ്രധാനമാണ്. നല്ലൊരു കുടുംബത്തിലേക്ക് അവളെയും പറഞ്ഞുവിടണം. പക്ഷേ എനിക്കൊരു കാര്യത്തിൽ ടെൻഷനാ മോളെ. എന്തിന്? എന്റെ കാലം കഴിയുന്നതിന് മുമ്പ് എന്റെ ചെറുമകനെ ഒന്ന് കാണണം. കൊതി തീരും വരെ ഓമനിക്കണം. കുഞ്ഞുടുപ്പും കളിപ്പാട്ടങ്ങളും ഒക്കെ വാങ്ങിക്കൊടുത്ത് കൊഞ്ചിക്കണം. ആ മോഹം നടക്കാതെ പോവുമെന്ന ഭയം ഉള്ളിൽ കിടക്കുന്നുണ്ട്. കിളവന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണോ? എപ്പ നോക്കിയാലും ചെറുമകൻ ചെറുമകൻ. 24 മണിക്കൂറും ഈ ചിന്ത മാത്രമേ ഉള്ളൂ. വെറുതെ ചിന്തിച്ചു കൂട്ടാന്ന് മാത്രമേ ഉള്ളൂ. ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ അറിയാത്തടത്തോളം കാലം സ്വപ്നവും കണ്ട് നടക്കട്ടെ. അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു. അന്നേ ചോദിക്കണമെന്ന് കരുതിയതാ. അതിനുള്ള സന്ദർഭം കിട്ടാത്തോണ്ട് ചോദിച്ചില്ല. എന്താ? എന്തായിരുന്നു സച്ചേട്ടന്റെ പിറന്നാൾ സമ്മാനം? ഇനി നീയും കൂടി അത് ചോദിക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. വിവാഹം കഴിഞ്ഞിട്ട് ചേച്ചിയുടെ ആദ്യത്തെ പിറന്നാളല്ലേ? അപ്പൊ സച്ചേട്ടൻ തീർച്ചയായിട്ടും എന്തെങ്കിലും സമ്മാനം തന്നിട്ടുണ്ടാവും. അതെന്താന്നൊന്ന് പറഞ്ഞേ. അതിപ്പോ നീ അറിയുന്ന എന്തിനാ? ഞാൻ അറിഞ്ഞാൽ എന്താ കുഴപ്പം? ഭർത്താവ് ഭാര്യയ്ക്ക് പിറന്നാളിനും വാർഷികത്തിനും ഒക്കെ എന്തൊക്കെ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്? അതൊക്കെ എല്ലാരോടും പറഞ്ഞിട്ടോ കാണിച്ചിട്ടോ അല്ലല്ലോ. അതൊരു ന്യായമല്ല. ഞാൻ ചോദിച്ചത് എന്റെ ചേച്ചിക്ക് കോടീശ്വരനായ സച്ചിദാനന്ദൻ എന്ത് സമ്മാനം തന്നൂന്നാ. അല്ല, അതിന് പുറത്തു പറയാൻ പറ്റാത്താണെങ്കിൽ വേണ്ട. അങ്ങനെ പുറത്തു പറയാൻ പറ്റാത്തായിട്ടൊന്നുമില്ല. എന്നാ പറ, എന്തായിരുന്നു ഗിഫ്റ്റ്? അത് ഞാനും സച്ചേട്ടനും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് കരാറ്? അതെനിക്കും അറിയണമല്ലോ. എന്താ? അതായത് എന്ത് ഗിഫ്റ്റാണ് കൊടുത്തതെന്ന് സച്ചേട്ടനോ എന്ത് ഗിഫ്റ്റ് കിട്ടിയെന്ന് ഞാനോ വേറെ ആരോടും പറയാൻ പാടില്ല. അതാണ് കരാർ. ഓ, ഇതൊക്കെ ഭയങ്കര ജാടയാ. ഇത്രയും വലിയ സീക്രട്ട് ആണോ ബർത്ത്ഡേ ഗിഫ്റ്റ്? ചേച്ചിയോട് ചോദിച്ചാലല്ലേ കുഴപ്പമുള്ളൂ. ഞാനേ സച്ചേട്ടനോട് നേരിട്ട് ചോദിച്ചോളാം. ആദി നിക്ക്, ഇത്തരം കാര്യങ്ങളൊന്നും സച്ചേട്ടനോട് ചോദിക്കല്ലേ. സച്ചേട്ടനൊന്നും ഇഷ്ടപ്പെടില്ല. കിടക്കാൻ നേരമായെങ്കിൽ മോൻ കിടന്നു. ഇവിടെ 10 മണിയാകുമ്പോ എല്ലാരും കിടക്കും. അനൂപേ, ജീവിതത്തിൽ സച്ചി എടുത്ത തീരുമാനങ്ങൾ ഉറച്ചതാ. ഇതൊക്കെ വേണം മാതൃകയാക്കാൻ. കിടക്കാറായെങ്കിൽ കിടക്കാം. എന്താ ഗിഫ്റ്റ്? അത്രമാത്രം. ഒരേ ഒരു ചോദ്യം. അർച്ചന, ഞാൻ ചോദിക്കും. എന്താ രണ്ടാളും കൂടി ഒരു ചർച്ച? അതല്ല സച്ചേട്ടാ, ഞങ്ങളിങ്ങനെ വെറുതെ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ, എനിക്കും കേൾക്കാമോ? അത് സച്ചേട്ടാ, ഇത് ഞങ്ങളുടെ മുറിയായിരുന്നല്ലോ. ആന്റി, ഇതിൽ കുറച്ച് നല്ല ഗെയിമും കൂടി ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ. എന്താണ് മോളുടെ ഉദ്ദേശം? ഇങ്ങനെ ഗെയിം കളിച്ചോണ്ടിരുന്നാ മതിയോ? ഇതേതാ ഗെയിം? ഒത്തിരി ഉണ്ടെങ്കിലേ. എനിക്കിഷ്ടം കാൻഡി ക്രഷാ. അങ്കിള് ഗെയിം കളിക്കാറുണ്ടോ? ഏയ്, നോ നെവർ. ഗെയിമൊക്കെ നിങ്ങളെ പോലുള്ള കുട്ടികൾക്കല്ലേ. എന്നാര് പറഞ്ഞു? അപ്പൂപ്പന്മാര് വരെ ഗെയിം കളിക്കാറുണ്ട്.
പിന്നെ എന്താ അങ്കിളിന് ഗെയിം കളിച്ചാൽ? അതേ, ഈ ഗെയിം കളിച്ചാലേ ബുദ്ധി വളരും. ഇക്കണക്കിനാണെങ്കിലേ നിന്റെ ബുദ്ധി ഇനി വളരണ്ട. ഗെയിം കളിക്കാൻ കണ്ടെത്തുന്ന ഓരോരോ ന്യായങ്ങളാ. നിന്റെ അമ്മ അറിഞ്ഞാലേ എന്നെ കൊല്ലും. കളി നിർത്തിക്കേ. ആന്റി പ്ലീസ്, കുറച്ചു നേരം കൂടി കണ്ടോട്ടെ. എനിക്ക് ഗെയിം കളിക്കാൻ ആരും ഫോൺ തരില്ല. ആദ്യം ആന്റിന്റെ ഫോൺ തൊട്ടാ എന്റെ കഥ കഴിയും. ഗെയിം അധികം കളിച്ചാ കണ്ണിനെ ബാധിക്കും, ബ്രെയിനിനെ ബാധിക്കും, പിന്നെ സ്റ്റഡീസിനെ ബാധിക്കും. മൊത്തത്തിൽ ഗെയിം കളിക്കാൻ പാടില്ല. അഡിഷൻ. ഇതെന്താ രണ്ടാളും ആലോചിച്ചിരിക്കുന്നേ? കിടക്ക്. ആന്റി, ഇതെന്താ രണ്ടുപേരും ദൂരെ കിടക്കുന്നേ? എന്റെ അടുത്തോട്ട് കിടക്ക്. മതിയോ? ആ മതി. അച്ചുവാന്റി, ഇനി എനിക്കൊരു നല്ല കഥ പറഞ്ഞതാ. കഥയോ? ഇന്ന് എനിക്ക് വയ്യ മോളെ, നാളെ പറഞ്ഞുതരാം. ഇന്ന് എനിക്ക് നല്ല ക്ഷീണോ, മോളെ ഉറങ്ങിക്കോ. അച്ഛന്റെ അമ്മേന്റെയും കൂടെ കിടന്ന ഇത് തന്നെയാ. അച്ഛൻ കിടന്ന പാടെ കൂർക്ക വലിച്ച് കിടന്നുറങ്ങും. അമ്മയാണെങ്കിൽ ദേഷ്യപ്പെടും. അങ്കിളിനെങ്കിലും ഒരു കഥ പറഞ്ഞുതരാൻ പറ്റും? സോറി, അങ്കിളിന് ഒരു കഥയെ അറിയില്ല, കഥ പറയാനും അറിയില്ല. ഷോ, ഒരു കഥയില്ലാത്ത രണ്ടുപേരായി എന്റെ രണ്ട് സൈഡിലും. എന്നാ പിന്നെ ഞാനൊരു കഥ പറയട്ടെ. എന്തിന്? നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയം തന്നെയാ, അനൂപിന്റെ സ്വഭാവത്തിലെ മാറ്റം. ഇപ്പൊ തന്നെ കണ്ടില്ലേ സച്ചിയോടൊപ്പം പെരുമാറിയത്? അന്യരോട് പോലെ ഇങ്ങനെ ചെയ്യാൻ തോന്നുവോ? സച്ചിക്ക് എന്ത് തോന്നിയിട്ടുണ്ടാവും? ചോദിച്ചാ പിന്നെ വേറെന്തൊക്കെ ന്യായങ്ങളാ പറയുന്നത്. സച്ചി അനൂപും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം ഉണ്ടാവാൻ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവൻ അങ്ങനെ ഒരു പ്രശ്നക്കാരനാണെന്ന്? അനൂപാണെങ്കിൽ പിന്നെയും കരുതാം. കല്യാണത്തിന് മുമ്പ് അനൂപും സച്ചിയും തമ്മിൽ പരിചയമുണ്ടോ? ഇനി അന്നെങ്ങാനും അങ്ങനെയാണെങ്കിൽ ഈ ആലോചന വരുമ്പോഴേ അവൻ പറയണ്ടേ? അത് മാത്രമല്ല, കല്യാണത്തിന് അന്ന് വരെ അവൻ വലിയ സന്തോഷത്തിലാണ് ഓടി നടന്നത്. പെട്ടെന്നല്ലേ അവനിങ്ങനെ സ്വഭാവം മാറിയത്? അതാ എനിക്കും മനസ്സിലാവാത്തത്. സച്ചിയുടെ കാര്യം സംസാരിക്കുമ്പോഴാ അവന്റെ ഭാവം മാറുന്നത്. അനൂപ് ശത്രുവിനെ പോലെ പെരുമാറുന്നതിന് എന്തെങ്കിലും കാരണം വേണ്ടേ? എന്തോ തക്കതായ കാരണമുണ്ട്. അതെന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. അവര് 3 പേർക്കും, അച്ചുവിനും സച്ചിക്കും അനൂപിനും മാത്രം അറിയാവുന്ന കാര്യം ഇത്. അപ്പൊ പിന്നെ അച്ഛനോട് ചോദിച്ചാ പോരെ? ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, പലതവണ അവളോട് ചോദിച്ചിട്ടുമുണ്ട്. പക്ഷെ അവള് പലതും പറഞ്ഞു ഒഴിഞ്ഞു മാറുക ചെയ്തത്. അനൂപ് എങ്ങനെയാണ് ഒഴിയുന്നത് അതുപോലെ തന്നെ. ഇനിയിപ്പോ മാഷ് ചോദിച്ചാൽ ചിലപ്പോ അവള് പറയുമായിരിക്കും. ഒന്ന് ശ്രമിച്ചു നോക്ക്. ആഹാ, എനിക്ക് പോവല്ലേ രണ്ടും? പോയി കിടന്നുറങ്ങിക്കേ. വിടുമോളെ, നേരം വെളുത്തു, നമുക്ക് എണീക്കണ്ടേ? നേരം വെളുത്തോ? ആ നോക്കി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രണ്ടുപേര് സത്യം പറയണം. എന്റെ കഥ സൂപ്പർ അല്ലായിരുന്നോ? ആൻസർ പറ. സൂപ്പർ. കഥ കേട്ട് കേട്ട് ഞങ്ങൾ ഉറങ്ങിയത് അറിഞ്ഞതേ ഇല്ല. അല്ല സച്ചേട്ടാ? പിന്നല്ലാതെ. അപ്പോ ഞാൻ പോയിട്ട് പിന്നെ വരാം. രണ്ടുപേരും കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. സച്ചിങ്ങൾ ഏതും തുറന്നതാ. നിന്റെ പെങ്ങളെ അവൻ നന്നായി നോക്കുന്നതാണോ കുഴപ്പം? അതോ നയാ പൈസ വാങ്ങാതെ ഇവിടെ കല്യാണം കഴിച്ചു? സ്വയമായി ഇങ്ങോട്ട് വന്ന് നമ്മുടെ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചവരോടാണ് നീ ഇതൊക്കെ കാണിക്കുന്നതെന്ന ബോധമുണ്ടോ? എന്തിനാ ഇതൊക്കെ പറയുന്നത്? അറിയണം. ഇവന്റെ അഹങ്കാരം എന്താണെന്ന് എനിക്കറിയണം. ഇവളെ ആരാ കാണാൻ വന്നത്? ഇവളുടെ കല്യാണം തീരുമാനിച്ചുറപ്പിച്ചത് ആരാ? അവനെ പറ്റി ഒന്ന് അന്വേഷിക്കാനോ എന്തിനെങ്കിലും ഒരു അവസരം നമുക്കുണ്ടായിരുന്നോ? അവരെ ആഡംബരമായിട്ട് വന്ന് വില പറഞ്ഞുറപ്പിച്ച് കൊണ്ടുപോയി.
അതൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുത്തല്ലേ മോനെ. നമ്മളെന്താ ആലോചിച്ച്? അച്ഛന് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ബന്ധം അന്വേഷിച്ചപ്പോ ആരും അവനെപ്പറ്റി ഒരു കുറ്റവും പറഞ്ഞില്ലല്ലോ. നീയല്ലേ അന്വേഷിച്ചത്? നീ തന്നെയല്ലേ പറഞ്ഞത് അവൻ സ്വയം പ്രയത്നത്തിൽ വളർന്നതാണെന്നും മിടുക്കനാണെന്നും ഒക്കെ. ആ നീ തന്നെ ഇങ്ങനെ പറയുമ്പോ ഞാൻ എന്താ കരുതേണ്ടത്? സാരമില്ല, കുട്ടിയല്ലേ, നല്ല സ്മാർട്ടാ അവള്. ചിലതൊക്കെ പറയുന്ന കേട്ടാ നമ്മൾ അന്തം വിട്ടുപോകും. ബോറടിച്ചോ സച്ചേട്ടന്? ഹേയ്, അങ്ങനൊന്നുമില്ല. താൻ ഹാപ്പിയാണല്ലോ, അത് മതി. എന്നെ ഹാപ്പിയാക്കാൻ വേണ്ടി സച്ചേട്ടൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. താൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതിന്റെ ഒരംശം പോലും ആവില്ല എന്റെ അഡ്ജസ്റ്റ്മെന്റ്. എനിക്ക് വേണ്ടി അത്ര അനുഭവിക്കുന്ന തനിക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? പകരത്തിന് പകരാണോ? അങ്ങനാണ് ഞാൻ തോറ്റു. ഒരു കാര്യത്തിലും തന്നെ തോൽപ്പിക്കാൻ എനിക്കാവില്ല. നമുക്കിടയില് ജയവും തോൽവിയൊക്കെ ഉണ്ട്. സച്ചേന്റെ കൈപിടിച്ച് കയറിയ അന്ന് മുതൽ ഈ നിമിഷം വരെ എന്നെ സച്ചേനെ എത്ര മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. അതിന് നല്ലതുപോലെ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. മനസ്സിലാക്കും തോറും താൻ പുതിയ ആളാകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഏതർത്ഥത്തിലാ? എല്ലാ അർത്ഥത്തിലും. എല്ലാ അർത്ഥത്തിലും. അർച്ചന എന്ന വ്യക്തി ഇന്ന് നെല്ലിശ്ശേരി കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവളായത് തന്റെ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് മാത്രം. സച്ചേൻ അങ്ങനെ മാത്രം പറയരുത്. അഡ്ജസ്റ്റ്മെന്റ് അല്ലാതെ ജീവനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന എന്റെ, അല്ല നമ്മുടെ വീടാത്. അവിടുത്തെ ഓരോരുത്തരും എന്റെ പ്രിയപ്പെട്ടവരാ. ഞാനവിടെ നിൽക്കുന്നിടത്തോളം കാലമല്ല, എത്ര കാലം കഴിഞ്ഞാലും ആ വീടും അവിടുത്തെ ആളുകളും എനിക്ക് പ്രിയപ്പെട്ടവർ തന്നെയായിരിക്കും. ഹലോ. ആ അതെ, ഞാനിപ്പോ വൈഫിന്റെ വീട്ടിലാ. അന്നത്തെ പ്രോപ്പർട്ടിയുടെ ലീഗൽ ഇഷ്യൂ ആണോ? അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി കമ്പനി വക്കീലിനെ ഏൽപ്പിച്ചാണല്ലോ. അതിൽ കമ്പനിയുടെ ഭാഗത്തുനിന്നാണ് റെസ്പോൺസ് കൊടുത്തത്. നിങ്ങൾക്കത് കമ്പനിയുടെ ഓഫീസിൽ നിന്ന് കിട്ടും. അതിനിപ്പോ ഞാൻ വരണമെന്നില്ല. ശരി ശരി, അങ്ങനെയാണോ? ഓക്കെ ഓക്കെ, ഞാനത് ഓർത്തില്ല. എനിക്ക് അത്യാവശ്യമായി ഒന്ന് കമ്പനി വരെ പോണം. ചില ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. പോയേ പറ്റൂ അല്ലേ സച്ചേട്ടാ? വേറെ വഴിയില്ല. നമ്മൾ വന്നതേ ഏട്ടത്തെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടാ. താനൊരു കാര്യം ചെയ്യ്, ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് വിളിക്കാം. അപ്പൊ റെഡിയായിട്ട് നിന്നാ മതി. എന്താ അമ്മ? ആ മോളെ സച്ചിക്ക് ചായ കൊടുത്തായിരുന്നോ? കൊടുത്തമ്മ. മോളെ വേഗം റെഡിയാവേ. ഞാനിപ്പോ എന്തിനാ റെഡിയാവുന്നെ? സച്ചേട്ടൻ പോയിട്ട് വൈകിട്ട് വിളിക്കാൻ വരാന്നാ പറഞ്ഞേ. അതിന് സച്ചി എവിടെ പോകുന്നു? അമ്മ എന്നോട് എവിടെ പോകുന്നതിന് വേണ്ടിയാ റെഡിയാവാൻ പറഞ്ഞേ? നിന്റെ കല്യാണം യാതൊരു തടസ്സവും കൂടാതെ നടക്കാനായിട്ട് ഒരു വഴിപാടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ലല്ലോ. എന്നാ പിന്നെ ഇന്ന് പോയേക്കാന്നങ്ങ് തീരുമാനിച്ചു. സച്ചേട്ടൻ അത്യാവശ്യമായിട്ട് കമ്പനിയിൽ പോകാൻ റെഡിയാവുക. കമ്പനിയിലേക്കോ? ആ, ഇപ്പൊ ഫോൺ വന്നു. എന്നോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞ് വിളിക്കാന്ന്. മോളെ, നീ സച്ചിയോട് ഒന്ന് ചെന്ന് പറ. അമ്പലത്തിലെ കാര്യം ഇങ്ങനെ നീട്ടി വെക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല അമ്മ. മാത്രമല്ല കമ്പനിക്കാരിയല്ലേ. എന്തായാലും ഈ തിരക്കിനിടയിൽ നിങ്ങൾ വന്നല്ലോ. അപ്പൊ പിന്നെ ഒരു കാര്യം കൂടെ കഴിഞ്ഞിട്ട് പോയാ പോരെന്നൊരാലോചന. സച്ചിക്കിന്ന് പോയാലേ പറ്റൂ. ഞാൻ അർച്ചനയോട് സംസാരിക്കാൻ പറഞ്ഞതാ. അപ്പൊ അവക്കൊരു മടി. അങ്കിൾ ഇന്ന് പോവേണ്ട അങ്കിളെ, നമുക്കിവിടെ അടിച്ചു പൊളിച്ച് കഴിയാം. രാത്രി ഞാൻ വേറൊരു കഥ കൂടെ പറഞ്ഞുതരാം. പിന്നെ ഒന്ന് പോടി. നിന്റെ കൂടെ കുഞ്ഞു കളിക്കാനല്ലേ സച്ചി വന്നത്? നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഞങ്ങൾക്കൊരു നേർച്ച ഉണ്ടായിരുന്നു മോനെ. കുടുംബക്ഷേത്രത്തിൽ ഒരു വഴിപാട്. സച്ചിക്ക് അതിലൊന്നും വിശ്വാസം കാണില്ലച്ചാ. കഷ്ടപ്പാടും ദുരിതവും ഉള്ളവർക്കല്ലേ ദൈവങ്ങളും വിശ്വാസങ്ങളും പൂജയും വഴിപാടും ഒക്കെ ഉള്ളൂ അല്ലേ? വിശ്വാസക്കുറവല്ല മീരയെടുത്തി. എപ്പോഴും ക്ഷേത്രങ്ങളിൽ കയറി ഇറങ്ങാറില്ലെന്നേ ഉള്ളൂ. പക്ഷേ മനസ്സിൽ ആവശ്യത്തിലധികം ഭക്തിയുണ്ട്. അത് വേണം മോനെ. എല്ലാ ഈശ്വരൻ തരുന്നതല്ലേ. ദാ നിന്നെ ഞങ്ങൾക്ക് തന്നതും ആ ഈശ്വരൻ തന്നെയാണ്. സച്ചിയെങ്കിൽ സൂപ്പർ അമ്പല. എന്ത് രസാന്നറിയോ അവിടെ. നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ. എന്നാ പിന്നെ നമ്മളെ കുടുംബം മൊത്തമായിട്ടൊന്ന് പോയിട്ട് വന്നാലോ എന്നൊരാലോചന.
കമ്പനി കാര്യങ്ങളായതുകൊണ്ടാണ് നിർബന്ധം പറയാത്തത്. മോന് വേറെ ഏതെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഒന്ന് തൊഴുതിട്ട് വരാമായിരുന്നു. സച്ചേട്ടന് കമ്പനിയിൽ അത്യാവശ്യമുള്ളതുകൊണ്ടാ ഞാൻ പറയാതിരുന്നത്. അച്ഛന്റെ എല്ലാ പിറന്നാളിലും ഞങ്ങൾ പോയി നേർച്ചയും വഴിപാടുകളും ഒക്കെ നടത്താറുണ്ട്. ഇതിപ്പോ അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ പിറന്നാളല്ലേ. ഒന്ന് സമ്മതിക്കണ്ട അങ്കിളെ. കണ്ടോ അച്ഛൻ ആന്റി സമ്മതിക്കാത്തോണ്ടാ സച്ചെങ്കിൽ സമ്മതിക്കാത്തെ. ദേ ഇപ്പൊ ആന്റി കണ്ണോട് കാണിച്ചല്ലോ. സമ്മതിക്കങ്കിളെ. ഞാനായിട്ട് ഇനി നിങ്ങളുടെ സന്തോഷം കെടുത്തുന്നില്ല. ആ നമുക്കിപ്പോ അമ്മ കണ്ടോ, അർച്ചന പറഞ്ഞപ്പോഴാ സച്ചി സമ്മതിച്ചത്. നമ്മൾ അർച്ചനയോട് പറഞ്ഞപ്പോ ഇല്ല സമ്മതിക്കില്ല തിരക്കാന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞതല്ലേ. ഭാര്യ പറയുന്നതും കേക്കണ്ടേ. അതൊരു നല്ലൊരു ഭർത്താവിന്റെ ഗുണമാണ്.